പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 47-48 വാക്യം. യേശു ശിഷ്യന്മാരോടും ജനങ്ങളോടും പറഞ്ഞതായ ഒരു സത്വർത്തമാനം ഇന്നും എല്ലാ ലോകവും ഏറ്റുപാടുന്നതായ വചനമാണ്. കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരികയും ഞാൻ പറയുന്നതായ വചനം കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവൻ ആരോട് തുല്യനാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 48-ാം വാക്യത്തിൽ കർത്താവ് അവരെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പറയുകയാണ്, ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന, അങ്ങനെ ആ അടിസ്ഥാനത്തിന്മേൽ വീട് പണിതിരിക്കുന്നതായ ബുദ്ധിമാനായ മനുഷ്യനാരുണ്ടോ അവൻ ഞാൻ പറയുന്നതായ വചനങ്ങൾ കേട്ടനുസരിച്ച് ചെയ്യുന്നതായ മനുഷ്യനോട് തുല്യൻ. വെള്ളപ്പൊക്കമുണ്ടായി, വളരെ ശക്തിയോടുകൂടി ഓളങ്ങൾ ആ ഭവനത്തിന്മേൽ അടിച്ചു. എങ്കിലും പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ അത് വീണുപോയില്ല. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം കർത്താവ് പറഞ്ഞു, ബുദ്ധികെട്ടവനായ ഒരു മനുഷ്യൻ ഭവനമുണ്ടാക്കിയപ്പോൾ അവൻ മണലിന്മേൽ വീട് പണിതു. എന്നാൽ വെള്ളപ്പൊക്കമുണ്ടായി, ആ ഭവനത്തിൽ അടിയിലുണ്ടായിരുന്ന മണലെല്ലാം ഒലിച്ചുപോയി, ആ ഭവനവും അങ്ങനെ അത് തകർന്നു പോകുന്നതിനിടയായി തീർന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പാറമേൽ അടിസ്ഥാനം ഇട്ടവരെ കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമുക്ക് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. എല്ലാ പാറമേലും അടിസ്ഥാനം ഇട്ടവർ ബുദ്ധിയുള്ളവരാണോ? അവർ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരാണോ? അവർ നീതിമാന്മാരാണോ? ദൈവത്തിന് പ്രസാദമുള്ളവരാണോ? പേരുകൊണ്ട് അവർ പാറമേൽ അടിസ്ഥാനമിട്ടവരായിരിക്കാം. രണ്ട് രീതിയിലുള്ളതായ പാറമേലുള്ള അടിസ്ഥാനത്തെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് നമ്മെ ബോധിപ്പിക്കുന്നത്. ഒന്ന്, ഭൂമി നിരപ്പിൽ നിന്നും താഴെ വളരെ ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന പാറ. രണ്ട്, ഭൂമി നിരപ്പിൽ നിന്നും ഉയർന്നു പൊങ്ങിയിരിക്കുന്നതായ പാറ. അതിനെ എലിവേറ്റഡ് റോക്ക് എന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരുടെ മുൻപിൽ അത് പാറയാണ്, ശക്തിയായ പാറ. നമുക്ക് ബുദ്ധി കൂടി പരിജ്ഞാനം കൂടി ആ ഉയർന്നിരിക്കുന്ന പാറയിൽ നമുക്ക് വീട് വയ്ക്കണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, എൻ്റെ അടിസ്ഥാനം ഉയർന്നിരിക്കുന്ന പാറയിലാണ്. നമ്മൾ എപ്പോഴും അഭിമാനം കൊള്ളും. മറ്റുള്ളവരുടെ മുമ്പിൽ നാം ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കും. നമ്മൾ എങ്ങനെയാണ് അത് പണിതിരിക്കുന്നതെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വെമ്പലുണ്ടാകും, ആവലുണ്ടാകും. വാതോരാതെ സംസാരിക്കും, ആ അടിസ്ഥാനത്തെക്കുറിച്ച് മഹത്വ കാര്യങ്ങൾ പറയും. എന്നാൽ നിങ്ങൾ ഉയർന്നിരിക്കുന്ന പാറമേൽ പണിതിരിക്കുന്ന ഒരു ഭവനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന ഒരു എഞ്ചിനീയറോടോ ഒരു ആർക്കിടെക്ടറിനോടോ നിങ്ങൾ ചെന്നൊന്ന് ചോദിച്ചു നോക്കൂ, എന്താണ് അതിൻ്റെ അനുഭവം. അവർ പറയും, ഒന്നാമത്തെ കാര്യം പറയും, അത് ഒട്ടും സുരക്ഷിതമല്ല. കാരണം ഉയർന്നിരിക്കുന്ന പാറ എപ്പോഴും അതിന്മേലിടുന്നതായ അടിസ്ഥാനം ഈ ഭൂമിയിൽ നടക്കുന്നതായ ചെറിയ ശബ്ദങ്ങൾ പോലും അവിടെ അത് ട്രാൻസ്മിറ്റ് ചെയ്യും. രണ്ട്, ആ ഭവനത്തിൽ പാർക്കുന്നവരുടെ മാലിന്യങ്ങൾ മറവ് ചെയ്യുവാൻ തക്കതായ ഒരു ഡ്രെയിനേജ് സൗകര്യം അവിടെ ഉണ്ടാകിയില്ല. എപ്പോഴും മാലിന്യങ്ങൾ ആ ഭവനത്തിന് ചുറ്റും ഇട്ടും കൊണ്ട് അതെപ്പോഴും ദുർഗന്ധം വമിക്കുന്ന വൃത്തികെട്ട ഒരു അന്തരീക്ഷം ആ ഭവനത്തിനുണ്ടാക്കും. അതുകൂടാതെ ആ ഭവനത്തിലുള്ളത് ചെറിയ ഒരു ഭൂമി കുലുക്കം പോലും ആ ഭവനത്തിന്മേൽ ഉലച്ചിലുണ്ടാക്കും. ആ ഭവനം അല്പം പോലും താമസത്തിന് യോഗ്യമല്ല. എന്നാൽ പേരുകൊണ്ടും പെരുമ കൊണ്ടും നാം ഉയർന്നിരിക്കുന്ന പാറമേൽ അടിസ്ഥാനമിട്ടിരിക്കുന്നുവെന്നും കർത്താവിൻ്റെ വചനം അനുസരിച്ച് നാം വളരെ ശ്രേഷ്ഠതയോടുകൂടി പോകുന്നവരെന്നുമൊക്കെ ലോകത്തിൻ്റെ മുൻപിൽ നമുക്ക് ഒരുപാട് അഭിനയങ്ങൾ നടത്താൻ കഴിയും, വാതോരാതെ സംസാരിക്കുവാൻ കഴിയും. ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ അടിസ്ഥാനം പാറമേലാണെന്നും കണ്ട് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് അഹങ്കരിക്കും. നമ്മുടെ വാക്കുകളിൽ ഒരുപാട് അഹങ്കാര വാക്കുകൾ ഉണ്ടാകും. എന്നാൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ, കർത്താവ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ബുദ്ധിയുള്ള മനുഷ്യൻ, ഞാൻ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് അതനുസരിക്കുന്ന മനുഷ്യൻ എങ്ങനെയിരിക്കും, ആരെ പോലെ ഇരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ് അവൻ ചെയ്യുന്നത് അറിയാമോ? അവൻ ആഴത്തിൽ കുഴിക്കും. ആഴത്തിൽ കുഴിച്ചതിന് ശേഷം മണ്ണിനടിയിൽ മറഞ്ഞിരിക്കുന്ന ഒരു പാറയുടെ പ്രതലമുണ്ട്. ആ പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്നവന്റെ ഭവനത്തിന്റെ അടിസ്ഥാനം എപ്പോഴും ആ പാറയിൽ മറഞ്ഞിരിക്കും. ക്രിസ്തു
ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം. അങ്ങനെയുള്ളവരുടെ ആ മാലിന്യങ്ങളൊക്കെയും അവരുടെ കുറവുകളൊക്കെയും അവരുടെ പോരായ്മകളൊക്കെയും മറവ് ചെയ്യുവാനുള്ളതായ ഒരു ഡ്രെയിനേജ് സൗകര്യം ആ ഭവനത്തിൽ ഉണ്ടാകും. അവിടെ ചലവിലകൾ ഉണ്ടാകുകയില്ല. മറ്റുള്ള ആ എലിവേറ്റഡ് റോക്കിൽ അല്ലെങ്കിൽ ഉയർന്നിരിക്കുന്ന പാറമേൽ പണിതിരിക്കുന്നതായ ഭവനത്തിൽ നിങ്ങളൊന്ന് പാർത്ത് നോക്കൂ. ഒരു ചെറിയ ജീവികൾ എഴഞ്ഞു പോകുന്ന ശബ്ദം പോലും ആ ഭവനത്തിൽ ശബ്ദ കോലാഹലം ഉണ്ടാക്കും. അവിടെ സ്വസ്ഥതയുള്ള ഒരു ഉറക്കമുണ്ടാകുകയില്ല. അവിടെ എപ്പോഴും ബഹളവും ഐശ്വര്യക്കേടും വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും ഓരോരോ വഴക്കുകളും അങ്ങനെ അതിൻ്റെ കേന്ദ്രമായി ആ ഭവനം മാറുന്നു. അതുകൊണ്ട് അറിയാവുന്നവർ, ഒരു എഞ്ചിനീയർ, നല്ലൊരു എഞ്ചിനീയർ, നല്ലൊരു ആർക്കിടെക്ടർ, അല്ലെങ്കിൽ ആ ഭൂമിയെക്കുറിച്ചും ഭൂമിയുടെ പ്രതലത്തെക്കുറിച്ച് അറിയുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഭവനം പണിയുവാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുകയില്ല. എന്നാൽ അഹങ്കാരികളായ മനുഷ്യർ പലപ്പോഴും അവർ അങ്ങനെയുള്ള പാറമേൽ അടിസ്ഥാനം ഇട്ടുകൊണ്ട് ഞങ്ങളുടെ അടിസ്ഥാനം പാറമേലാണെന്ന് പറഞ്ഞു നടക്കുന്ന ബുദ്ധികെട്ടവരെ പോലെ ഇരിക്കും. അവരെ ദൈവം മാനിക്കുകയില്ല, അവരെ ദൈവം സ്നേഹിക്കുകയില്ല. ദൈവം അവരെ കണ്ട് ചിരിക്കുന്നതിനിടയായിത്തീരും. പാറയിലാണ് അടിസ്ഥാനം, പേരുകൊണ്ട് പാറമേൽ അടിസ്ഥാനം. എന്നാൽ ആ അടിസ്ഥാനം എപ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ ചൂണ്ടിക്കാണിക്കുവാൻ തക്കണം നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ളതായ ഒരു ഫൗണ്ടേഷൻ താല്പര്യപ്പെടുന്നു. എന്നാൽ കർത്താവിന്റെ അടുത്ത് വന്ന് അവന്റെ വചനം കേട്ട് അവന്റെ വചനം പ്രമാണിക്കുന്ന മനുഷ്യർ എപ്പോഴും ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നവരായിരിക്കും. അവന്റെ ഭവനം എപ്പോഴും മാലിന്യം അകന്നുകൊണ്ട് ഒരു മാലിന്യവും അവന്റെ ഭവനത്തിന് ചുറ്റുമുണ്ടാകുകയില്ല. വൃത്തിയുള്ള ചുറ്റുപാടുകൾ അവന്റെ ഭവനത്തിൽ കയറുമ്പോൾ ഒരു ഐശ്വര്യം. അവന്റെ അടിസ്ഥാനം മറഞ്ഞിരിക്കുകയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞതുപോലെ മറഞ്ഞിരല്ലെങ്കിൽ ആഴത്തിൽ അവൻ കുഴിച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്കമുണ്ടായി, വെള്ളം വളരെ ശക്തിയോടെ അവന്റെ ഭവനത്തിൽ അടിച്ചു. എങ്കിലും പാറമേൽ അടിസ്ഥാനമിട്ടത് മാത്രമല്ല, അവിടെ കർത്താവ് പറഞ്ഞത് നല്ലതുപോലെ പണിതിരിക്കൊണ്ട് അത് വീണുപോയില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ എപ്പോഴും നല്ലതുപോലെ പണിയുന്ന ഒരു പ്രവണത നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കുടുംബാന്തരീക്ഷം, നമ്മുടെ ജീവിത തലമുറകളുടെ അന്തരീക്ഷം, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളുടെ അന്തരീക്ഷം, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അന്തരീക്ഷം, ആത്മീക ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ, ആത്മീയ ജീവിതത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ആഴം നമ്മളെ ഒരു പ്രത്യേകമായ പ്രത്യാശയുടെ പാതയിലേക്ക് നയിക്കും. എത്ര കഷ്ടങ്ങൾ വരുമ്പോഴും ആ ഓരോ കഷ്ടങ്ങളിലും അതിജീവിക്കുവാനുള്ളതായ, ഓരോ പ്രയാസങ്ങളെയും അതിജീവിക്കുവാനുള്ളതായ ഒരു തരണം, ഒരു സൗകര്യം നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകും. അവിടെ ഭവനത്തിൽ അതിനുള്ള ഒരു അന്തരീക്ഷങ്ങളൊക്കെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കും. എന്നാൽ ഉയർന്നിരിക്കുന്ന പാറമേൽ സൃഷ്ടിക്കുന്ന ഭവനം പണിതവനോ അവൻ പേരുകൊണ്ടും പെരുമ കൊണ്ടും അഭിമാനം ആഗ്രഹിക്കുന്നു, ഉയർച്ച ആഗ്രഹിക്കുന്നു, അഹങ്കാരത്തോടെ സംസാരിക്കും. അവൻ ഭൂമിയിൽ ചവിട്ടുന്ന ശബ്ദം ദൈവത്തിന് വെറുപ്പായി തീരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, കർത്താവിന്റെ വചനം കേട്ട് അവന്റെ അടുത്ത് വന്ന് അവന്റെ വചനം കേട്ട് അനുസരിക്കുന്ന മനുഷ്യൻ എപ്പോഴും ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം, ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന അനുഭവം, അവന്റെ അടിസ്ഥാനത്തെക്കുറിച്ചും അവന്റെ മഹത്വത്തെക്കുറിച്ചും അവൻ എപ്രകാരം അതിനെ നന്നായി പണിതിരിക്കുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നവനായിരിക്കുകയില്ല. അവൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തെക്കുറിച്ചും സംഘടനകളെക്കുറിച്ചും വാരി പുകഴ്ത്തി അവൻ സംസാരിക്കുകയില്ല. അവന്റെ വാക്കുകൾക്ക് എപ്പോഴും ഒരു താഴ്മയുടെ അനുഭവം കാണും. കാരണം അവനോട് ഉപദേശിച്ചവൻ, ദൈവത്തെ അവന് വചനം കൊടുത്തവൻ, അവന് രക്ഷ കൊടുത്തവൻ, അവനോട് നല്ല കാര്യങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചവൻ, എപ്പോഴും അവൻ താഴ്മയോടെ ഉപദേശം പ്രചരിപ്പിച്ചവനാണ്. കർത്താവ് പറയുന്നു, ഞാൻ താഴ്മയും ഞാൻ വിനയവും ഉള്ളവനാകുന്നു. എന്റെ അടുത്ത് വന്ന് ബുദ്ധി പഠിപ്പീൻ, എന്റെ അടുത്ത് വന്ന് താഴ്മ പഠിപ്പീൻ. അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും വിളിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ താഴ്മയും വിനയവും ഉള്ളവനാണ്. എന്റെ അടുക്കൽ വരുന്നവൻ താഴ്മ കണ്ടുപിടിക്കുന്നു. അവൻ എങ്ങനെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കാമെന്ന്, ദൈവത്തിൽ മറഞ്ഞിരിക്കാമെന്നുള്ള ഒരു ജ്ഞാനം അവനുണ്ടാകും. അവന്റെ മാലിന്യങ്ങളൊന്നും ഭൂമിയിൽ കാണുകയില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അവന്റെ ഭവനാന്തരീക്ഷത്തിൽ ഉണ്ടാകുകയില്ല. എപ്പോഴും എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന, സ്വീകരിക്കുന്ന, മാനിക്കുന്ന, സ്നേഹിക്കുന്ന ഒരന്തരീക്ഷം, സകലരും പ്രസാദിക്കുന്ന, ആശ്വസിക്കുന്ന ഒരു സമാധാന അന്തരീക്ഷം അവന്റെ ഭവനത്തിൽ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു ഭവനം സൃഷ്ടിക്കപ്പെട്ട് നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ ആത്മീക ജീവിതം അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാകുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.